ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗൂഗിളിൻ്റെ പ്ലേ ക്രെഡിറ്റ് എങ്ങനെ റിഡീം ചെയ്തിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. ഞാൻ ഗൂഗിൾ ഗൈഡ്സിൽ ഫോട്ടോസും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ലെവൽ 6 ഗൂഗിൾ ഗൈഡിൽ നിൽക്കുന്നത്. അപ്പോൾ അവരെനിക്ക് 100 റുപ്പീസിൻ്റെ ഒരു പ്ലേ ക്രെഡിറ്റ് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് റിഡീം ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മെയിൽ എനിക്ക് വന്നിട്ടുണ്ട്. അതിൽ റിഡീം നൗ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓപ്പൺ ആവും. അവിടെ നമ്മളുടെ അക്കൗണ്ട് കൺഫേം ചെയ്യണം. ഈ 100 റുപ്പീസ് റിഡീം ചെയ്യാനുള്ള അക്കൗണ്ട് ഏതാണെന്നുള്ളത് കൺഫേം ചെയ്യുക. അക്കൗണ്ട് കൺഫേം ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ കാണാം 100 റുപ്പീസ് റിഡീമായെന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് ആപ്പുകൾ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്, പെയ്ഡ് ആപ്ലിക്കേഷൻസ്. അപ്പോൾ അതൊക്കെ സെർച്ച് ചെയ്യാം. 100 റുപ്പീസ് വരെയുള്ള ആപ്ലിക്കേഷൻസ് നമുക്കത് റിഡീം ചെയ്തെടുക്കാൻ പറ്റും, നമുക്ക് പർച്ചേസ് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ ഒരു 3D വാൾപേപ്പർ ആപ്ലിക്കേഷനാണ് നോക്കുന്നത്. 100 റുപ്പീസിൻ്റെ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. അങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്കൊരു 40 റുപ്പീസിൻ്റെ ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യാം, അതിനുശേഷം ബാക്കി എമൗണ്ട് യൂസ് ചെയ്തിട്ട് വേറെ പർച്ചേസ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനൊരു ആപ്ലിക്കേഷൻ എടുത്തു. ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞിട്ട് നമുക്കിവിടെ ബൈ എന്ന് പറഞ്ഞ ബട്ടണിൽ പ്രസ് ചെയ്യണം. ബൈ എന്ന് പറഞ്ഞ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ക്രെഡിറ്റ് യൂസ് ചെയ്തിട്ടാണെന്ന് പറയണം. അത് കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം അക്കൗണ്ട് കൺഫേം ചെയ്യുക. പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഓക്കെ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം എന്താ വരിക എന്നുള്ളത്. ഓക്കെ, വെരിഫൈ ചെയ്യാം. പാസ്വേഡ് നമുക്ക് വെരിഫൈ ചെയ്യാം. വെരിഫൈ ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് മെത്തേഡ് എപ്പോഴും ഇത് തന്നെയാണോ യൂസ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഞാനിവിടെ യെസ് ഓൾവേസ് എന്നാണ് കൊടുത്തത്. അതിനുശേഷം ഓക്കെ ബട്ടണിൽ പ്രസ് ചെയ്യാം. അപ്പോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആവുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആയതിനു ശേഷം നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. 100 റുപ്പീസിന് വർത്തായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണോ എന്ന് നമുക്ക് നോക്കാം. ഒരു 3D ആപ്ലിക്കേഷനാണ്, വാൾപേപ്പറിൻ്റെ ആപ്ലിക്കേഷനാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തത്. അതിൽ നമുക്ക് ഒരെണ്ണം എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഏതെങ്കിലും ഒരു ഇമേജ് കൊടുത്ത് നോക്കാം. ഓക്കെ, നമ്മൾ ഫോൺ ഷെയ്ക്ക് ചെയ്യുമ്പോൾ ഇമേജ് എനിക്കിവിടെ മെയിലിൽ വന്നിട്ടുണ്ട് 100 റുപ്പീസ് നിങ്ങൾ പർച്ചേസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. മെയിലിൽ വെരിഫൈ ചെയ്യാം. പിന്നെ നമ്മൾ റിഡീം ചെയ്യുമ്പോൾ അതിനൊരു ഡേറ്റ് ഉണ്ടാവും. അതിന് മുൻപ് തന്നെ നമ്മൾ റിഡീം ചെയ്യണം, അല്ലെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് കുറച്ച് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് നോക്കാം. കുറച്ച് ഇമേജസൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ എങ്ങനെയാണ് നമ്മൾ ഫോണിൽ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം.
അപ്പോൾ അതാ ഇതുപോലെയാണ് ഇത് ഒറിജിനലി വർക്കാവുന്നത്. നമ്മൾ ഫോൺ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ചെറിയൊരു 3D എഫക്റ്റൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതൊരു 100 റുപ്പീസിന് വെറുത്താണോ എന്നുള്ളത് അറിയില്ല. കുഴപ്പമില്ല, ഒരു നോർമൽ ഒരു ആപ്ലിക്കേഷൻ പോലെ ഫീൽ ചെയ്യുന്നുള്ളൂ. ചിലപ്പോൾ ഇതേ ടൈപ്പ് ആപ്ലിക്കേഷൻസ് പെയ്ഡ് അല്ലാതെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നു തോന്നുന്നുണ്ട്. പിന്നെ ഗൂഗിൾ ഗൈഡ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതിലെങ്ങനെയാണ് പിക്ചേഴ്സ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. Take few seconds to subscribe our channel and click the bell icon button so you will get all notification of our latest updates.